മാങ്ങ സീസൺ കഴിയാറായി. പക്ഷേ ഈ ഒരു മാംഗോ ചീസ് കേക്ക്, അതും നോ ബേക്ക്ഡ് ആയിട്ടുള്ള ഈ മാംഗോ ചീസ് കേക്ക് അടിപൊളിയാണ്. കുറച്ച് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ് എടുക്കാം. ബിസ്ക്കറ്റ് നന്നായി ഒന്ന് പൊടിച്ചതിലേക്ക് 100 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്ത് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക. എല്ലാ ചീസ് കേക്കിലെയും പോലെ ഇതാണ് ഇതിൻ്റെ ബേസ്. അപ്പോൾ ഏത് ട്രേയിലാണോ നിങ്ങൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് അതിലേക്ക് ഇത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് സെറ്റാക്കി വെക്കാം. ഇനി ഇതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കണം. അപ്പോൾ ഇത് നന്നായി ഒന്ന് സെറ്റായി കിട്ടും. ഇനി അടുത്ത ലെയർ ചെയ്യാൻ വേണ്ടി ക്രീം ചീസ് എടുക്കാം. ക്രീം ചീസിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ ചേർക്കാം. നല്ലപോലെ ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്തിട്ട് നമ്മളൊന്ന് കമിഴ്ത്തിയാൽ തിരിച്ച് വരാൻ പറ്റാത്തത്ര നന്നായി ബീറ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് നല്ല മധുരമുള്ള നല്ല പഴുത്ത 2 മാങ്ങയുടെ പൾപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മാങ്ങയും കൂടി ചേർത്ത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ ബേസിലേക്ക് ഈ ഒരു ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കണം. ക്രീം ഫില്ല് ചെയ്തതിന് ശേഷം ഒരു 8 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിക്കുക. ക്രീം നല്ലപോലെ അത് സെറ്റായി വരും. ഒരു 8 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ച ഈ ഒരു ക്രീമിൻ്റെ മുകളിലേക്ക് കുറച്ച് മാംഗോ ജെല്ലിയും കൂടി ഒഴിച്ചു കൊടുക്കാം. മാംഗോ ജെല്ലി നമ്മൾ പാക്കറ്റിൽ വാങ്ങുമ്പോൾ തന്നെ അതിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. അതനുസരിച്ച് മാംഗോ ജെല്ലി തയ്യാറാക്കി ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. മിക്കവാറും ചീസ് കേക്ക്സ് എല്ലാം ബേക്ക്ഡ് ആയിരിക്കും. പക്ഷേ ഇത് ബേക്ക് ചെയ്യാതെ എടുത്തിട്ട് കൂടി ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്